ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ അക്കൗണ്ടിലുള്ള ഒരു AMI വേറൊരു അക്കൗണ്ടിലുള്ള ഒരാൾക്ക് എങ്ങനെ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആ പെർമിഷൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് EC2 ഡാഷ്ബോർഡിലാണ്. അതേപോലെ ഒഹിയോ റീജിയൻ ക്ലൗഡ് പ്രോഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ AMIയുടെ സെക്ഷനിലേക്ക് വന്ന് ഓൾറെഡി ഒരു AMI ക്രിയേറ്റഡ് ആണ്. വെബ് സെർവർ എന്നാണ് എൻ്റെ പേര്. അതിൻ്റെ സ്നാപ്ഷോട്ടും ഓൾറെഡി ഉണ്ട്, സ്റ്റാറ്റസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ആ AMI സെലക്ട് ചെയ്തതിന് ശേഷം മോഡിഫൈ ഇമേജ് പെർമിഷൻ കൊടുക്കുക. ഇവിടെ പബ്ലിക്കും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. പ്രൈവറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. പബ്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്സസബിൾ ആയിരിക്കും. അപ്പോൾ പ്രൈവറ്റിൻ്റെ അവിടെ ആ അക്കൗണ്ട് നമ്പർ ഏതാണോ, മറ്റേ ആർക്കാണോ കൊടുക്കേണ്ടത് അവരുടെ അക്കൗണ്ട് നമ്പർ ഏതാണോ ആ അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് ആഡ് പെർമിഷൻ കൊടുക്കുക. ഇപ്പോൾ ആഡ് ക്രിയേറ്റ് വോളിയം എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ സേവ് ചെയ്യുവാണ്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു അക്കൗണ്ടിൽ ഞാൻ ലോഗിൻ ചെയ്ത് ക്ലൗഡ് മാനേജ്മെൻറ്റ് എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. അതേപോലെ തന്നെ ഒഹിയോ എന്ന് പറഞ്ഞ റീജിയനിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് AMI എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് നമുക്കത് വന്നു എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ ഓൺഡ് ബൈ മീ എന്ന് പറഞ്ഞ സെക്ഷൻ ബ്ലാങ്ക് ആണ്. പബ്ലിക് ഇമേജിനകത്ത് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ളതാണ് വരുന്നത്. പ്രൈവറ്റ് ഇമേജസിലാണ് നമുക്ക് ഷെയർ ചെയ്ത ഇമേജസ് വരുന്നത്, AMI വരുന്നത്. അപ്പോൾ അവിടെ എനിക്ക് വന്നിട്ടുണ്ട്, വെബ് സെർവറിൽ തന്നെ AMI അവിടെ വന്നിട്ടുണ്ട്, സ്റ്റാറ്റസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് എനിക്കൊരു EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ സ്നാപ്ഷോട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലാങ്ക് ആണ്. ഒരു ഓപ്ഷനിലും പ്രൈവറ്റിലും പ്രൈവറ്റിനകത്ത് പ്രൈവറ്റ് സ്നാപ്ഷോട്ടിനകത്ത് ആ ഇമേജിൻ്റെ AMIയുടെ സ്നാപ്ഷോട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ നേരത്തെ കാണിച്ച ടിക്ക് ഇടാത്തത് കൊണ്ടാണ് ഇവിടെ വരാത്തത്. അപ്പോൾ ഞാൻ നേരെ AMIയുടെ സെക്ഷനിൽ പോയിട്ട് ഇവിടുന്ന് ലോഞ്ച് കൊടുക്കുകയാണ്. ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ നേരെ പോകുന്നത് ഇൻസ്റ്റൻസ് ടൈപ്പ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്കാണ് പോകുന്നത്. നമുക്ക് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ആ AMI കാണാനായിട്ട് പറ്റും. നമുക്ക് ഷെയർ ചെയ്ത AMI ഇവിടെ മൈ AMI എന്ന് പറഞ്ഞ സെക്ഷനിലൊന്നും കാണാനായിട്ടില്ല. ഓൺഡ് ബൈ മീ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഷെയർഡ് വിത്ത് മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ചൂസ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് ആ AMI കാണാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ചൂസ് ചെയ്തു, ഇൻസ്റ്റൻസ് ടൈപ്പ് പറഞ്ഞു കൊടുത്തു, അതേപോലെ തന്നെ നെറ്റ്വർക്ക് എല്ലാ കാര്യം ബൈ ഡിഫോൾട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കുവാണ്. നെയിം കൊടുത്തു. നോർമലി എങ്ങനെയാണോ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. എല്ലാം കൊടുത്ത് ഞാൻ നെക്സ്റ്റ് അടിച്ച് ഫാസ്റ്റായിട്ട് കുറച്ച് പോവുകയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. റിവ്യൂ ചെയ്തു, അതേപോലെ തന്നെ ഞാൻ കീ പറഞ്ഞു കൊടുത്തു, ലോഞ്ച് ഇൻസ്റ്റൻസ് ഞാൻ കൊടുത്തു. ഞാനിത് വേറെ അക്കൗണ്ടിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. റിഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ടെസ്റ്റ് AMI എന്ന് പറഞ്ഞതാണ് എൻ്റെ ഇൻസ്റ്റൻസിൻ്റെ നെയിം. ഞാൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും അത് പെൻഡിങ് സ്റ്റാറ്റസ് ആണ്. നമുക്ക് റണ്ണിങ് ആവുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസ് അപ്പായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. ഇനി നേരെ നമുക്ക് AMIയിൽ തന്നെ പോയിട്ട് ആ AMI നമുക്ക് എങ്ങനെ ഡീരജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി വേറൊരു അക്കൗണ്ടിൽ നിന്നാണ് ആ AMIക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. റിമൂവ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇതിന് സ്നാപ്ഷോട്ടും ക്രിയേറ്റ് ആയിട്ടില്ല ലോക്കലി. AMI ചൂസ് ചെയ്ത് ആക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡീരജിസ്റ്റർ എന്ന് പറഞ്ഞ സംഭവം ഹൈഡായിട്ട് കിടക്കുവാണ്. എനിക്ക് കോപ്പി AMI, രജിസ്റ്റർ ന്യൂ AMI അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മുടെ പ്രൊഡക്ഷൻ മെയിൻ അക്കൗണ്ടിലേക്ക് തന്നെ പോവുക. ഇവിടെ വന്നിട്ട് ആ പെർമിഷൻ റിമൂവ് ചെയ്ത് കളയുക. ആ മോഡിഫൈ ഇമേജ് പെർമിഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നിട്ട് ആ അക്കൗണ്ട് റിമൂവ് ചെയ്ത് കളയുക. ഞാനിപ്പോൾ അവിടെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് റിമൂവ് കൊടുത്തിട്ട് സേവ് കൊടുത്തു. ഇപ്പോൾ ഞാൻ ആ പെർമിഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ എൻ്റെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ വന്ന് ഞാൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ AMI അവിടെ കാണത്തില്ല. അത് അവിടെ നിന്ന് പോയി. ആ പെർമിഷൻ ഇനിയില്ല എനിക്ക്, അതുകൊണ്ടാണ് അവിടെ കാണാത്തത്. ഇനി നമുക്ക് അടുത്തത് ആ പെർമിഷൻ കൊടുക്കുമ്പോൾ ആഡ് ക്രിയേറ്റ് വോളിയം പെർമിഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ആ ടിക്ക് ഇട്ട് നോക്കാം, എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരെ ക്ലൗഡ് പ്രോഡ് അക്കൗണ്ടിൽ തന്നെ വന്നു, AMI സെലക്ട് ചെയ്ത് മോഡിഫൈ ഇമേജ് പെർമിഷൻ എടുത്തു. എന്നിട്ട് ഞാൻ വേറൊരു അക്കൗണ്ടിലേക്ക് പെർമിഷൻ കൊടുക്കുകയാണ്. പ്രൈവറ്റ് ആണ്. അക്കൗണ്ട് നമ്പർ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു, ആഡ് പെർമിഷൻ കൊടുത്തു. ആ ചെക്ക് ബോക്സിൽ ഞാൻ ടിക്ക് ചെയ്യുവാണ്, ആഡ് ക്രിയേറ്റ് വോളിയം പെർമിഷൻ എന്ന് പറഞ്ഞാൽ ടിക്ക് ചെയ്യുവാണ്. അപ്പോൾ താഴത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഒരു സ്നാപ്ഷോട്ടിൽ അവിടെ ക്രിയേറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ടിക്ക് ഇട്ടിട്ട് ഞാൻ സേവ് കൊടുക്കുവാണ്. ഈ സ്നാപ്ഷോട്ട് തന്നെയാണ് അവിടെ വരുന്നതെന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. സേവ് കൊടുത്തു. അപ്പോൾ ഞാൻ നേരെ ഇനി ക്ലൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ വെരിഫൈ ചെയ്ത് നോക്കണം. ഇവിടെ ലോക്കലി അല്ല വോളിയം ക്രിയേറ്റ് ചെയ്യണം. നേരെ ഏത് അക്കൗണ്ടിലാണോ നമ്മൾ പെർമിഷൻ കൊടുത്തത് അവിടെ ആ സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. നേരെ AMIയുടെ സെക്ഷനിലേക്ക് വരിക. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ വെബ് സെർവറിൻ്റെ AMI ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റാറ്റസ് അവൈലബിൾ സ്റ്റാറ്റസിലാണ് കിടക്കുന്നത്. അതേപോലെ സ്നാപ്ഷോട്ടിൽ നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ സ്നാപ്ഷോട്ട് പ്രൈവറ്റ് സ്നാപ്ഷോട്ടിലാണ് നോക്കേണ്ടത്. അവിടെ വന്നു കഴിഞ്ഞാൽ സ്നാപ്ഷോട്ട് അവിടെ വന്നിട്ടുണ്ട്. സ്നാപ്ഷോട്ട് ID സെയിം ആണ്, 258FD ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ചെക്ക് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.